വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ്. മല്ലു ബീറ്റ്സ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ചാവക്കാടുള്ള ഫാം വില്ലയിലോട്ടാണ് കേട്ടോ. ഒരു തവണ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചീനെയും പിള്ളേരും അമ്മേനെയൊക്കെ ഒന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ടിക്കറ്റിന് വെറും 150 റുപ്പീസാണ് വരുന്നുള്ളൂ. കുട്ടികളാണെങ്കിൽ 100 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള കുട്ടികൾക്കാണ് കേട്ടോ 150 റുപ്പീസ് വരുന്നത്. കുട്ടികൾക്ക് എന്ന് വെച്ചിട്ട് അവിടെ റേറ്റ് കുറവൊന്നുമില്ല. എല്ലാവർക്കും 150 റുപ്പീസാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് നമ്മൾ ഈ ഒരു ഒട്ടകത്തിനെയാണ് കേട്ടോ. ഒട്ടകത്തിനാണ് ആദ്യം അവിടെ ഫുഡ് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതാണ് കണ്ടത് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ അറേഞ്ച്മെൻറ്റ്സ് അല്ല ഇപ്പോൾ ഉള്ളത്, ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തമ്പുരുകൂട്ടി ഇതാ ഒട്ടകത്തിന് ഫുഡ് കൊടുക്കുകയാണ്. ഫീഡിങ്ങിന് അവിടെ റേറ്റ് സെപ്പറേറ്റ് ഇല്ല കേട്ടോ. അവിടെ കയറാനുള്ള ടിക്കറ്റിന് മാത്രം റേറ്റ് ഉള്ളൂ. എക്സ്ട്രാ ബേർഡ്സിനായാലും എനിമൽസിനായാലും ഫീഡ് ചെയ്യാൻ അവിടെ ക്യാഷ് ഒന്നുമില്ല. അതാണ് അവിടുത്തെ ഒരു നല്ല പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. വേറെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു 150 റുപ്പീസ് നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ശരിക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന പ്ലേസ് ആണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനിത് ഒട്ടകത്തിന് ഫുഡ് കൊടുക്കുകയാണ്. എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ഞാൻ പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ കൊടുത്തു. പിന്നെ ഈ പക്ഷികളെയാണ് കണ്ടത്. ചെന്ന് കയറിയപ്പോൾ തന്നെ അവരെല്ലാവരും എടുക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. ജിതിയേട്ടും തമ്പുരുക്കുട്ടിക്കും പേടിയെന്ന് പറഞ്ഞ സാധനേ ഇല്ലാത്തത് കൊണ്ട് എല്ലാതിൻ്റെ അടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തമ്പുരുക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി. കൊത്തും പറയുന്നത് കൊണ്ട് വല്ലാണ്ട് തലോടാൻ പോയില്ല കേട്ടോ. അമ്മയാണെങ്കിൽ ബേർഡ്സിനെ എനിമൽസിനെ ഒന്നും തൊടാത്ത വ്യക്തിയാണ് കേട്ടോ. പക്ഷെ അമ്മ വരെ അതിനെയൊക്കെ താലോലിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ. പിന്നെ കയ്യുമ്മടയ്ക്കൊരു കൊത്തൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അമ്മയാണെങ്കിലോ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളും നല്ല ഹാപ്പിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കതിനെ കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. ജിതിയേട്ടൻ അതിനെ മേല് കയറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. തമ്പുരുക്കുട്ടിയാണെങ്കിലും അതിന് തൊടാനും തലോടാനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ജിതിയേട്ടനാണെങ്കിലോ അതിനായിട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു അച്ഛനും മോളിൽ ഇനി എന്നെ തൊടണ്ടാന്ന് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ആവുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല ഭംഗിയുള്ള കോഴികൾ. നിങ്ങൾക്ക് ഈ കോഴികളെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ മുകളിലൊക്കെ കളർ കൊടുത്തേക്കാണ്, അത് പ്രത്യേകം അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഭംഗിയുള്ള അരയണങ്ങൾ സൂപ്പറായിരുന്നു. പിന്നെ ഇവിടെ പറയേ വേണ്ട, തുടക്കം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കുതിരയൊന്ന് തലയാട്ടിയിട്ടുള്ളൂ. ചേച്ചി നന്നായിട്ട് പേടിച്ചു കേട്ടോ. ഞാനും നല്ല പേടിയാണ്, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. തമ്പുരുക്കുട്ടിയെ ഞാൻ വിട്ടുകൊടുക്കുമോ എന്നുള്ള പേടിയായിരുന്നു കേട്ടോ ജിതിയേട്ടന്. അങ്ങനെ ആ ചേട്ടനോട് പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പിടിച്ചു. പിന്നെ നിരഞ്ജുവിനും നിരാമൂനും ഒക്കെ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞങ്ങൾ പറഞ്ഞു പൊന്നമ്മ ആ കുതിരേനെ വെറുതെ വിടുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ചിരി വരുന്നുണ്ടാവൂലേ. പക്ഷെ ആരാണെങ്കിലും ശരിക്കും പേടിച്ചു പോകും കേട്ടോ. ചേച്ചി പേടിച്ച പോലെ ഞാനും ആ ഒരു സിറ്റുവേഷനിൽ വന്ന് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ചേച്ചി ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു സെക്ഷനിലോട്ട് പോയി. നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മൊയലും കുട്ടികളാണ് കേട്ടോ. നല്ല ബാഡ് സ്മെല്ലാണ്. അപ്പോൾ ഇവിടേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് മാസ്ക് ഒന്ന് കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത്രയ്ക്കും ബാഡ് സ്മെല്ലുണ്ടായിരുന്നു. ഒരുപാട് എനിമൽസും ബാഡ്സും അവരുടെ വേസ്റ്റും അതൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു സ്മെല്ല് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള മൊയലും കുട്ടിയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇത് 2 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. തമ്പുരും നിരാവും നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ വെറൈറ്റി പൂച്ചകൾ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി പൂച്ചകളായിരുന്നു. നമുക്ക് അവരൊക്കെ എടുക്കാം കേട്ടോ. എടുക്കുന്നത് കൊണ്ടൊന്നും അവരൊന്നും പറയില്ല. പിന്നെ അവർക്കൊക്കെ ഫീഡ് ചെയ്യാം. അതിനൊന്നും എക്സ്ട്രാ പൈസയൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. സാധാരണ അമ്മ മൃഗങ്ങളെ ഒന്നും ഇതുപോലെ എടുക്കാത്തതാണ്. പക്ഷേ ഈ ഒരു പൂച്ചക്കുട്ടീനെ ഓടി ചെന്ന് എടുത്തിട്ട് അമ്മ താലോലിച്ചു കേട്ടോ. പൂച്ചയ്ക്കാണെങ്കിലും അമ്മയുടെ ഡ്രസ്സിൻ്റെ അതേ കളർ കേട്ടോ. പിന്നെ ഇതാണ് കങ്കാരു. ഞങ്ങൾ പോയ സമയത്ത് ഈ കങ്കാരു ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പൊന്നോ, ഇതൊക്കെ കാണുമ്പോഴാണ് പേടി. പക്ഷെ ഇതിനൊക്കെ എടുത്തിട്ട് അവർ തലയിലും കയ്യിലും കാലുമെല്ലാം ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇത്ര ധൈര്യം എന്ന് എനിക്കറിയില്ല. പിന്നെ അത് എലിക്കുട്ടികൾ, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള എലിക്കുട്ടികളായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സാധാരണ നമ്മൾ വീട്ടിലെ എലികളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലാറാണ് പതിവ് അല്ലേ. പക്ഷെ ഇവർ വളർത്തുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. പിന്നെ അതാ എല്ലാവരും അവിടെ പാമ്പിൻ്റെ തലയിലും മേലൊക്കെ വെക്കുന്നുണ്ട്. എന്താവോ എന്തോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജിതിയേട്ടനും ഇതുപോലെ കയ്യിലൊക്കെ പാമ്പിനെ പിടിച്ചായിരുന്നു, തമ്പുരും പിടിച്ചായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ വട്ടവും 2 പേരും കൂടെ പാമ്പിനെ വെച്ച് തല ഓടുന്നുണ്ട്. തമ്പുരുക്കുട്ടി കൂടുതലും പറഞ്ഞ് തല ഓടൽ തുടങ്ങിയപ്പോൾ ആ ചേട്ടൻ വേഗം എടുത്തു കേട്ടോ. അതായിരിക്കും ശരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിനെ പിടിച്ച് പീക്കും, കടി കിട്ടും, എന്തൊക്കെയാവും എന്തോന്നറിയില്ല. പിന്നെ എല്ലാവരോടും പറഞ്ഞു കുറച്ച് നേരം പാമ്പിന് റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ പൈപ്പിൽ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല കൂളാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ണിൽ പെട്ടത്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിങ്ങനെ പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഓയിലോ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒരു സംഭവം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ
നല്ല ഭംഗിയുള്ള കോഴികൾ. ഇത് കണ്ടപ്പോഴാണ് ചേച്ചി പറഞ്ഞത് നമ്മളെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നില്ലേ ഇതുപോലത്തേക്ക് ഒരു കോഴിയെന്ന് കേട്ടോ. ശരിക്കും കൊത്താനൊക്കെ വന്നിരുന്നു. അപ്പോൾ ചേച്ചി അത് കണ്ടപ്പോൾ പറഞ്ഞു. പിന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ടായിരുന്നു, വെറൈറ്റി ബേഡ്സ്, തത്തകൾ. ഇവരൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ, നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവരൊക്കെ കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട് ഇവരെ കാണാനായിട്ട്. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നിന്ന് തരുമായിരുന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നിന്ന് തരും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഗംഭീര കളിയായിരുന്നു. ആളുകളെ കാണുമ്പോൾ ഇവർക്ക് കടി കൂടി വരുമായിരുന്നു കേട്ടോ. പിന്നെ കൈ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അത് അവർ കടിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട് കൈയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കല്ലേ എന്ന്. പിന്നെ കുറച്ച് നടന്നു പോയപ്പോഴാണ് ഒട്ടകപ്പക്ഷീനെ കണ്ടത് കേട്ടോ. നല്ല കൊത്തു നമ്മൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് അകലം പാലിക്കേണ്ടത് നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല കൊത്തുന്നുണ്ട്. ഇവരൊക്കെ കൊത്താൻ വേണ്ടി കാത്തിരിക്കണ പോലെയാണ് കേട്ടോ. നമ്മളെ കൈ കിട്ടണേന്ന് വെച്ച് നോക്കുകയാണ്. വെക്കുന്നവർക്കൊക്കെ നല്ല കൊത്തും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ബേഡ്സിന് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, അത് ഫ്രീ ആണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ആ കൂടിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഫീഡ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഈ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകേണ്ടത് കുഞ്ഞുങ്ങളെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും, അവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ടിക്കറ്റിനും അധികം പൈസയൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കണേ. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒരു വട്ടം വന്നപ്പോൾ ഇത്ര അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റാർട്ടിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റിന് 100 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തു. 150 റുപ്പീസാണ് കേട്ടോ ഓരോരുത്തർക്കും ടിക്കറ്റിന് വരുന്ന റേറ്റ്. പിന്നെ ഇത് അവിടെ ബേഡ്സിന് എല്ലാവരും ഫീഡ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അവിടുന്ന് വരുന്ന സമയത്ത് തന്നെ നിരഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേമ എനിക്ക് പാമ്പിനെ പിടിക്കണമെന്ന്. അവനിത് അത്ര പേടിയൊന്നുമില്ല, അവനിതൊക്കെ സിമ്പിളാണ്. കാരണം അവൻ ദുബായിൽ ഇതിലും വലിയ പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കാളേനെയൊക്കെ കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ള കാളയായിരുന്നു. അതിന് കൂറിയൊക്കെ വരച്ച് കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണേ. നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ ചാവക്കാടുള്ള ഫാം വില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കണ്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. ഞങ്ങൾ വീടിനടുത്തുള്ള ഫേമസ് ബേക്കറിയിലോട്ട് തന്നെയാണ് പോയത്. ചേച്ചിക്കും മക്കൾക്കും നാട്ടിലത്തെ ഷവർമ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുക്കാനായിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഷവർമയൊക്കെ പറഞ്ഞു, അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അങ്ങനെ ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.